ജാതിമത ചിന്തകൾക്ക് അതീതമായി ഭഗവാനും ഭക്തനും ഒന്നാകുന്നുവെന്നതാണ് ശബരിമല തീർത്ഥാടനത്തിൻ്റെ പ്രത്യേകത. ഭക്തനും ദേവനും തമ്മിലുള്ള ഭേദഭാവങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലാണ് ഇവിടുത്തെ ഓരോ ചടങ്ങുകളും. കഠിനവ്രതമെടുത്ത് 18-ാം പടി കയറിയെത്തുന്ന ഓരോ ഭക്തനും തിരിച്ചറിയുന്നത് താൻ തേടി വന്ന ദൈവീക ഭാവം താൻ തന്നെയാണെന്ന തത്വമാണ്. നീ തേടി വന്നതെന്തോ അത് നീ തന്നെയാണെന്ന അർത്ഥം വരുന്ന തത്വമസി എന്ന വാക്യം ശ്രീകോവിലിന് മുൻപിൽ കാണുമ്പോൾ ഓരോ ഭക്തനും തിരിച്ചറിയേണ്ടതും അതുതന്നെ. ശബരിമലയിലെ ആചാരങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കി അനുഷ്ഠിക്കുമ്പോഴാണ് ഇത് സാധ്യമാകുന്നത്. തത്വം അസി എന്ന് പറഞ്ഞാൽ ഞാനും നീയും ഒന്നാണ് എന്ന ഒരു വചനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം വ്രതശുദ്ധിയോടുകൂടി വന്ന അയ്യപ്പന്മാർ 41 ദിവസം ഏറ്റവും പരിശുദ്ധമായ വ്രതം അനുഷ്ഠിച്ച് വന്നു കഴിഞ്ഞാൽ അവർ ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ അയ്യപ്പ ദർശനം നടത്തി കഴിയുമ്പോൾ ആ ഈശ്വരനിലേക്ക് ലയിക്കുകയും ഈശ്വരനും ഭക്തനും ഒന്നായി തീരുകയുമാകുകയാണ്. ആ ഒരു തത്വത്തെ കാണിക്കുകയാണ് തത്വമസിയിലൂടെ. 18-ാം പടിക്ക് കീഴിൽ നാളികേരം ഉടച്ചു വേണം ഓരോ ഭക്തനും പടി കയറാൻ. തൻ്റെ ഉള്ളിലെ അഹംബോധത്തെയാണ് നാളികേരമായി സങ്കല്പിച്ച് എറിഞ്ഞുടയ്ക്കുന്നത്. അഹംബോധമില്ലാതാകുമ്പോഴാണ് ക്ഷേത്രത്തിനുള്ളിലെ ചൈതന്യം നീ തന്നെയാണെന്ന തത്വമസി പൊരുൾ തിരിച്ചറിയാൻ കഴിയുക. ഭക്തൻ ദേവനിൽ ലയിച്ചു കഴിഞ്ഞാൽ പിന്നെ ജാതിമത ഭേദചിന്തകൾ ഇല്ലാതാകും. അനുഷ്ഠാനങ്ങൾ തെറ്റിക്കാതെ ശബരിമലയിലെത്തുന്ന ഓരോ ഭക്തനും തത്വമസി പൊരുൾ തിരിച്ചറിഞ്ഞാണ് മലയിറങ്ങുക. എസ് ശ്യാംകുമാർ, റിപ്പോർട്ടർ, സന്നിധാനം.